നമുക്കൊന്ന് കോട്ടക്കൽ വരെ പോയാലോ? മലപ്പുറത്തെ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് ജംഗ്ഷൻ വരെ. അവിടെ എന്നാന്നായിരിക്കും അല്ലേ? നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മീനുകളൊപ്പം ഇങ്ങനെ നടക്കാൻ പറ്റും, ഡാൻസ് കളിക്കുന്ന പട്ടികൾ കാണാൻ പറ്റും, ഫോട്ടോഷൂട്ടിനുള്ള കുറേ ഏരിയകളുണ്ട്. നമുക്ക് തുടങ്ങാം അല്ലേ? 150 റുപ്യാണ് ഒരാൾക്ക് ടിക്കറ്റ്. സത്യം പറഞ്ഞ ഇന്ന് ശ്രീരാഗിൻ്റെയും ശ്രീനന്ദേൻ്റെയും പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായത്. പക്ഷെ അവിടെ എത്തിയിട്ട് അറിഞ്ഞത് പരിപാടി ക്യാൻസലാന്നുള്ളത്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. നല്ല അലങ്കാര ചെടികളെല്ലാം വെച്ചിട്ട് കൂടാണ്ട് അതിൻ്റെ ഇടയിൽ കുറേ കിളികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെഷനിൽ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ കുരക്കുന്ന പട്ടിക്ക് പകരം ഡാൻസ് ചെയ്യുന്ന പട്ടി എങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സെൽഫി പോയിന്റിലേക്ക് എത്തുക. ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയ കുറേ പൂക്കളും റോബോട്ടിക് പോലുള്ള ചിത്രശലഭം, ആന, വണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ സെൽഫി പോയിന്റിന് വേണ്ടി മാത്രമുള്ളൊരു ഏരിയ തന്നെയത്. നമ്മളങ്ങനെ ആ ഫോട്ടോ പോയിന്റ് ഫോട്ടോയിലെടുത്ത് പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടന്നപ്പോൾ പിന്നെ നമ്മളെത്തിയത് സമുദ്രത്തിനടിയിലേക്കാണ്. എവിടെ നോക്കിയാലും മീനുകളിങ്ങനെ പാഞ്ഞു കളിക്കുന്നുണ്ടാവും. സമുദ്രത്തിൽ കാണാത്ത കുറേ മീനുകൾ. ഇതിനകത്ത് നമുക്ക് വിഭിന്നങ്ങളായിട്ടുള്ള പല മീനുകളെയും കാണാൻ പറ്റിയിട്ടുണ്ട്. അതും കടലിലുള്ള തന്നെ. ഇത് എനിക്ക് തോന്നുന്നു ഷോക്ക് അടിപ്പിക്കുന്ന മീനാന്ന് തോന്നുന്നു. ഇത് തെരണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ മുന്നിലെത്തുന്നത് ഫുള്ള് കളർഫുൾ ആയിട്ടുള്ള കുറേ മീനുകൾ, ചെറിയ ചെറിയ. അത് നമ്മളെ ചുറ്റിലും ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. സമുദ്രത്തിനടിയിൽ എത്തിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മുടെ അനുഭവം കൂടി. വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് ഏകദേശം അതുപോലെ മനസ്സിലാവും. ഫുൾ ടൈം അറ്റൻഷൻ ആക്കുന്ന ഒരു കൂട്ടം മീനുകളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് സമുദ്രത്തിനടിയിലുള്ളൊരു കൊട്ടാരത്തിലാണ്. കടലിനടിയിൽ നമ്മളങ്ങനെ പുറത്തേക്ക് വരുന്നത് നമ്മൾ ഈ സ്റ്റാളുകളുടെ ഏരിയയിലേക്കാണ്. പലതരം ഐറ്റംസും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ജീവനുള്ള ഉടുമ്പ്, പാമ്പ്, പക്ഷികൾ, ഇവയെല്ലാം നമുക്ക് നമ്മുടെ ദേഹത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അതിന് വേറെ തന്നെ ഒരു ഉണ്ട്. അപ്പോൾ അടുത്തേക്ക് നമ്മളെത്തി. അവിടെ നിന്ന് നമ്മൾ നേരെ ചാടുക ഫുഡ് കോർട്ടിൻ്റെ ഏരിയയിലേക്കാണ്. ചായ, ബജ്ജി, പലതരം ബജ്ജികൾ, എണ്ണക്കടികൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവസാനത്തെ സെഷൻ ഗെയിമിങ്, പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടക്കലെ മലബാർ മഹോത്സവത്തിൻ്റെ പ്രധാന വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.